Theorem 7.25. If K is compact and Fn belongs to script C of K for n equal to 1, 2, 3, etc. If sequence Fn is pointwise bounded and equicontinuous on K, then sequence Fn is uniformly bounded on K. Sequence Fn contains a uniformly convergent subsequence. പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കെ എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് ആണ്. ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് സി ഓഫ് കെയിൽ ഫോർ ഓൾ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്രയിൽ ബിലോങ് ചെയ്യുന്നു. ആൻഡ് ഇഫ് സീക്വൻസ് എഫ് എൻ ഇസ് പോയിന്റ് വൈസ് ബൗണ്ടഡ് ആൻഡ് ഇക്യു കണ്ടിന്യൂസ് ഓൺ കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് എഫ് എൻ എന്ന് പറയുന്നത് പോയിന്റ് വൈസ് ബൗണ്ടഡും ഇക്യു കണ്ടിന്യൂസ് ഓൺ കെയിലാണെന്നുണ്ടെങ്കിൽ സീക്വൻസ് എഫ് എൻ ഇസ് യൂണിഫോംലി ബൗണ്ടഡ് ഓൺ കെ എന്നും സീക്വൻസ് എഫ് എൻ കണ്ടെയ്ൻസ് എ യൂണിഫോംലി കൺവേർജൻ സബ്സീക്വൻസ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എ ആണ് പ്രൂവ് ചെയ്യാൻ പോണേ. നമുക്ക് തന്നിട്ടുണ്ട് സീക്വൻസ് എഫ് എന്ന് പറയുന്നത് ഒരു ഇക്യു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഓൺ കെയിലാണ്, ഇക്യു കണ്ടിന്യൂസ് ഓൺ കെയിലാണെന്ന് അറിയാം. സോ given epsilon greater than 0, there exists delta greater than 0 such that mod fn of x minus fn of y less than epsilon whenever d of xy less than delta for all xy belongs to k for all n equal to 1, 2, 3. നമ്മൾ 1 ആയിട്ട് എടുത്തു. Since K is compact, there exist finitely many points P1, P2, etc. Pr belongs to K, such that for all x belongs to K, there corresponds at least one Pi with d of x Pi less than delta. ഇനി അടുത്തത് നമുക്കറിയാം പോയിന്റ് വൈസ് കണ്ടിന്യൂസ് ആണെന്നറിയാം. പോയിന്റ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ബൗണ്ടഡ് ഫോർ ഓൾ എക്സ്. ഓൾ എക്സ് എന്ന് പറയുന്നത് P1, P2, P3, etc. Pr ആണ്. That is, for all Pi I equal to 1, 2, 3, etc. to R, there exists an Mi greater than 0 such that mod Fn of Pi less than or equal to Mi for n equal to 1, 2, 3, etc. ആ ഇക്വേഷൻ നമ്മൾ 2 ആയിട്ട് എടുത്തു. നമ്മൾ ചൂസ് ചെയ്യാണ് m equal to maximum of m1, m2, etc. mr. Then mod Fn of x എന്ന് പറയുന്നത് mod fn of x minus fn of pi plus fn of pi for all I equal to 1, 2, 3, etc. r എടുത്തു. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് പി ഐ പ്ലസ് മോഡ് എഫ് എൻ ഓഫ് പി ഐ എന്ന് എഴുതി, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് എം ഐ, അതായത് 1 നിന്നും 2 നിന്നും നമുക്കത് കിട്ടും. Since d of x pi is less than delta for all I equal to 1, 2, 3, etc. r and mi എന്ന് പറയുന്നത് എമ്മിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ mod fn of x less than or equal to epsilon plus m for all x belongs to k for all n equal to 1, 2, 3, etc. That is, sequence fn is uniformly bounded on k. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ബി പാർട്ടാണ്, അതായത് sequence fn has uniformly convergent subsequence. അപ്പോൾ let E be a countable dense subset of K. അതായത് E dense in K എന്ന് പറഞ്ഞാൽ every point of K is a limit point of E എന്നാണ്. Then by theorem 7.23, if sequence fn is a pointwise bounded sequence of complex function on a countable subset B, then sequence fn has a subsequence sequence fnk such that sequence fnk of x converges for every x belongs to E. നമ്മുടെ സീക്വൻസ് എഫ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് വൈസ് ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പോൾ ഈ തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ അതിനൊരു സബ് സീക്വൻസ് ഉണ്ട്, സീക്വൻസ് എഫ് എൻ ഐ സച്ച് ദാറ്റ് സീക്വൻസ് എഫ് എൻ ഐ ഓഫ് എക്സ് കൺവേർജസ് ടു എവറി പോയിന്റ് എക്സ് ബിലോങ്സ് ടു ഇ. ഇനി നമ്മൾ എഫ് എൻ ഐനെ ജി ഐന്ന് എടുക്കുകയാണ്. So we shall prove that sequence gi converges uniformly on k. Let epsilon greater than 0 and choose delta greater than 0. Let v of x delta be a neighborhood of x of radius delta in k. That is, v of x delta is equal to sequence y belongs to k such that d of x y less than delta. സിൻസ് ഇ എന്ന് പറയുന്നത് ഒരു ഡെൻസ് ഇൻ കെ ആണ്, കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ദർ ആർ ഫൈനൈറ്റ്ലി മെനി പോയിന്റ് x1, x2, etc. xm. അപ്പോൾ നമുക്ക് കെനെ എങ്ങനെ എഴുതാം? കെ ഈക്വൽ സബ്സെറ്റ് ഓഫ് വി ഓഫ് x1 ഡെൽറ്റ യൂണിയൻ എക്സെട്ര യൂണിയൻ വി ഓഫ് xm ഡെൽറ്റ. അപ്പോൾ നമുക്ക് 4 എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം.
ഇനി ജി ഐ എന്ന് പറയുന്നത് എവറി പോയിന്റ് ഓഫ് എക്സിലോട്ട് കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കൺവേർജൻ്റ് ആവുകയാണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ, ഒരു ഇൻറ്റീജർ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ G1 ഓഫ് എക്സ് കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ N1 such that GI of x1 minus GJ of x1 less than epsilon for all ij greater than or equal to N1. Sequence G2 of x convergent ആണ്. There exists an N2 such that GI of x2 minus GJ of x2 less than epsilon for ij greater than or equal to N2. അങ്ങനെ എക്സിട്ര. Sequence of GM of x convergent ആണെന്നുണ്ടെങ്കിൽ there exists an NM such that mod G1 of xm minus GJ of xm less than epsilon for ij greater than or equal to NM. അപ്പം നമ്മൾ ചൂസ് ചെയ്യാണ് എന്നിന് നമ്മൾ മാക്സിമം ഓഫ് N1 N2 എക്സിട്ര NM ചൂസ് ചെയ്തു. എന്നിട്ട് ഈക്വേഷൻസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇതാണ് there exist n such that mod GI of xs minus GJ of xs less than epsilon for ij greater than or equal to n for all s equal to 1, 2, 3 etc. to m. അതിന് നമ്മൾ 5 എന്ന് കൊടുത്തു. ഇനി നമുക്ക് 4ൽ നിന്ന് എന്ത് കിട്ടും? ഇഫ് എക്സ് ബിലോങ്സ് ടു കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ എക്സ് ഓൾസോ ബിലോങ്സ് ടു വി ഓഫ് എക്സ് എസ് ഡെൽറ്റ ഫോർ സം എസ് ഈസ് ഈക്വൽ ടു 1, 2, 3 etc. to m. സോ ദാറ്റ് മോഡ് GI ഓഫ് എക്സ് മൈനസ് GI ഓഫ് എക്സ് എസ് ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ ഐ. അത് നമ്മൾ 6 എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്തു. If I greater than n and j greater than or equal to n ആണെന്നുണ്ടെങ്കിൽ മോഡ് GI ഓഫ് എക്സ് മൈനസ് GJ ഓഫ് എക്സിനെ നമുക്ക് എന്താക്കി എഴുതാം? മോഡ് GI ഓഫ് എക്സ് മൈനസ് GI ഓഫ് എക്സ് എസ് പ്ലസ് GI ഓഫ് എക്സ് മൈനസ് GJ ഓഫ് എക്സ് എസ് പ്ലസ് GJ ഓഫ് എക്സ് എസ് മൈനസ് GJ ഓഫ് എക്സ്. അതായത് ഒരു GI ഓഫ് എക്സ് എസും GJ ഓഫ് എക്സ് എസും സബ്ട്രാക്റ്റും ആഡും ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മോഡാക്കി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റേ 5 നിന്നും 6 നിന്നും ഇക്വേഷനിൽ ദർ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. എപ്സിലോൺ പ്ലസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ. അതായത് ദാറ്റ് ഈസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു കെ ദർ എക്സിസ്റ്റ് എൻ സച്ച് ദാറ്റ് ഫോർ ഓൾ ഐ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മോഡ് GI ഓഫ് എക്സ് മൈനസ് GJ ഓഫ് എക്സ് ലെസ് ദാൻ 3 എപ്സിലോൺ. അതായത് അതിനെന്താണ് അർത്ഥം? ദാറ്റ് ഈസ് sequence GI converges uniformly on K. That is, sequence Fn has a uniformly convergent subsequence. Hence the proof.